ങ്ങൾ ഒരുപാടുണ്ട്. അതുകൊണ്ട് ഉമ്മമാരോട് ഉപ്പമാരോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ബാപ്പാനെ പറ്റി പരാതി പറഞ്ഞ മകൻ, ആ മകൻ ബാപ്പാനെ കൊണ്ടുവന്ന പനവിധങ്ങളെ ചോദ്യം, നിങ്ങളെ മോനാണല്ലോ നിങ്ങളെപ്പറ്റി പരാതി പറയുന്നത്, അതുരീദു അൻ തഖുദ മാലഹു, മകന്റെ സമ്പത്തൊക്കെ നിങ്ങൾ പിടിച്ചു വെക്കാൻ ഉദ്ദേശിക്കാണോ? ബാപ്പ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, നിങ്ങളൊന്ന് ചോദിക്കൂ, ഹൽ അൻഫഖതുഹു ഇലാ അലാ അമ്മാതിഹി ഔ ഖാലാതിഹി ഔ അലാ നഫ്സി, ഞാൻ എന്റെ മകന്റെ കയ്യിൽ നിന്ന് വാങ്ങുന്ന സ്വത്ത് അവന്റെ അമ്മായിമാർക്ക്, അല്ലെങ്കിലോ അവന്റെ മാതൃ സഹോദരിമാർക്ക്, അല്ലെങ്കിൽ എന്റെ സ്വന്തം ആവശ്യത്തിനല്ലാതെ മറ്റൊരു നിലക്കും ഞാനത് ചെലവഴിച്ചിട്ടില്ലല്ലോ. ഇത് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കാണ് ആ വൃദ്ധനായ ഉപ്പയോട്, ഇത് നിങ്ങൾ വിടൂ, നിങ്ങളുടെ കുട്ടി നിങ്ങളോട്, നിങ്ങളുടെ മകനോട് നിങ്ങൾ സമ്പത്ത് ചോദിച്ചപ്പോ നിങ്ങളെ കാത് കേൾക്കാത്ത ചില വാക്കുകളൊക്കെ നിങ്ങളെ മനസ്സുകൊണ്ട് നിങ്ങൾ മന്ത്രിച്ചിട്ടില്ലേ, അതൊന്ന് പറയൂ. അപ്പൊ ആ വൃദ്ധനായ പിതാവ് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, മാ യസാലുല്ലാഹു യസീദുനാ ബിക യഖീനാ, നിങ്ങൾ കാരണമായി എത്ര ദൃഢവിശ്വാസമാണ് അല്ലാഹു നമുക്കേറ്റിത്തരുന്നത്. എന്റെ മനസ്സിൽ ഞാൻ ചില വാക്കുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്, എന്റെ കാതത് കേട്ടിട്ടില്ല. നിങ്ങളൊന്ന് പറയൂ, ഞാൻ കേൾക്കട്ടെ. അപ്പോഴാണ് ആ പിതാവ് പറയുന്നത്, ഗദൗതുക മൗലൂദൻ വമുംതുക യാഫിആ തഅല്ലു ബിമാ ജിനാ അലൈക വതൻഹലൂ. ഓ മോനെ, നീ ഒരു കുട്ടിയായ സമയത്ത്, ഒന്നിനും കഴിവില്ലാത്തവനായ സമയത്ത് നിനക്ക് ഞാൻ വലിയ ഗുണം ചെയ്തു. നിനക്ക് ഞാൻ ആ ഗുണം ചെയ്തപ്പോ നിന്നിൽ നിന്ന് ഞാൻ പ്രത്യുപകാരം ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല. ഇപ്പൊ ഞാൻ നിന്നോട് വല്ലതും ചോദിക്കുമ്പോ നീ കാരണം പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ്, നീ എന്നെ കുറ്റപ്പെടുത്തുകയാണ്. ഇദാ ലൈലത്തുൻ ളാഖതുക ബിസ്സഖമിലം അബിത് ലിസഖമിക ഇല്ലാ സാഹിറൻ ആതമൽ മലൂക്. ഒരു രാത്രി നിനക്ക് പനി പിടിച്ചിട്ട് നീ ഉറക്കം വരാതെ കരഞ്ഞപ്പോ നിന്റെ ഉമ്മ നിന്നെ മടിയിൽ വെച്ച് താലോട്ടുന്ന സമയത്ത്, നിന്നെ തലോടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനും അപ്പുറത്തിരിക്കുന്നുണ്ട്, എനിക്കും ഉറക്കം വരുന്നില്ല. ഞാൻ വാഹനമെടുത്ത് നിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു. പാതിരാത്രിയിൽ നിനക്ക് വേണ്ട മരുന്നൊക്കെ നൽകി ഡോക്ടർമാര് നിന്നെ പരിശോധിച്ച് നിന്നെ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് നിന്റെ വിറവിറക്കുന്ന ശരീരം കണ്ടിട്ട് ഞാനൊന്ന് ഉറങ്ങിയിട്ടില്ല. എന്റെ കണ്ണിലെങ്ങനെ ഉറക്കം തൂക്കുന്നുണ്ട്, പക്ഷേ നീ അപ്പുറത്ത് കിടന്ന് ഉറക്കം വരാതെ വറക്കുന്നത് കാരണം ഞാനൊന്ന് ഉറങ്ങിയില്ല. കഅന്നീ അനൽ മത്റൂഖു ദൂനക ബില്ലദീ തറഖത ബിഹി ദൂനി ഫൈനായ തഹ്മലൂ. എന്റെ ലക്ഷ്യം നിന്റെ രോഗം മാറലായിരുന്നു. ഇന്ന് ഞാനൊരാവശ്യം നിന്നോട് പറയുന്ന സമയത്ത് നീയാണെങ്കിലോ തിരിഞ്ഞു നോക്കാതെ ഇന്നും എന്റെ കണ്ണ് വിഷമത്തിലാണ്. ഞാൻ നിന്റെ മുന്നിൽ ഇന്നൊരു യാചനക്കാരനാണ്. നീ മനസ്സിലാക്കുന്നത്, ഞാൻ നിന്നോട് വല്ലതും ചോദിക്കുമ്പോ നീ മനസ്സിലാക്കുന്നത്, ഞാൻ സമ്പത്ത് കൊടുത്താൽ നിനക്ക് വല്ല നാശവും വരുമെന്ന് നീ ചിന്തിക്കുന്നു. ഞാൻ മരിക്കും വരെയല്ലേ നീ തരേണ്ടതുള്ളൂ. പക്ഷേ നീ കുട്ടിക്കാലത്ത് നീ മരിക്കരുത് എന്ന് കരുതിയിട്ട് ധാരാളം ധാരാളം നിനക്ക് ഞാൻ സേവനങ്ങൾ ചെയ്തിരുന്നു. ഫലമ്മാ ബലഗ്തു സിന്ന വൽ ഗായതല്ലതി ഇലൈഹാ മദാമാ ഫീക കുന്തു അമ്മിലു. നിന്നെ ആശ്രയിക്കേണ്ട ഒരു പ്രായം എനിക്ക് വന്നപ്പോ, നിന്നെ അവലംബമാക്കേണ്ട ഒരു സമയം എനിക്ക് വന്നപ്പോ ജഅൽതാ ജസാഇ ഗില്ലതൻ വഫളാലതൻ കഅന്നക അൻതൽ മുൻഇമുൽ മുതഫള്ളിലു. എന്റെ പ്രതികരണം പരുഷമേറിയ വാക്കുകളും മനസ്സിനെ മടുപ്പിക്കുന്ന സ്വഭാവങ്ങളുമാണ്. നീ മനസ്സിലാക്കുന്ന, നീ എനിക്ക് ഔദാര്യം ചെയ്യുന്ന, ഞാൻ നിന്റെ ഔദാര്യത്തിൽ കഴിയുന്ന ഒരു പാവപ്പെട്ട ആളായിട്ടാ നീ മനസ്സിലാക്കുന്നത്. ഞാൻ നിനക്ക് എത്ര ഔദാര്യം തന്നു എന്ന് നീ ചിന്തിക്കുന്നില്ല. ഞാൻ നിന്നെത്ര പോറ്റി വളർത്തി എന്ന് നീ ആലോചിക്കുന്നില്ല. ഇപ്പൊ എനിക്ക് ഒന്നിനും കഴിയാത്ത കാലമായപ്പോ
നിന്റെ മുന്നിൽ വന്ന് ഞാൻ ആവശ്യം പറയുന്ന സമയത്ത് അറപ്പുളവാക്കുന്ന വാക്ക് പറഞ്ഞ് നീ എന്നെ തള്ളുകയാണ്. എപ്പോഴും നിങ്ങൾക്ക് സമ്പത്ത് സമ്പത്ത് കാശ് കാശ് ഇതേ ചോദിക്കാനുള്ളൂ. എന്റെ ആവശ്യമൊന്നും നിങ്ങൾക്ക് പരിഹരിക്കാനില്ല. എനിക്കെത്ര ആവശ്യമുണ്ട് നോക്കാനല്ലേ. എനിക്കില്ലേ മക്കള്, എനിക്കില്ലേ ഭാര്യ. ഇതൊക്കെ പറഞ്ഞിട്ട് നീ എന്നെ വിരട്ടിയോടിക്കുകയാണ്. എന്നിട്ട് പറയാണ് ഫലൈതക ഇദ് ലം തർഅ ഹഖ്ഖ ഉബുവതി ഫഅൽതാ കമൽ ജാറുൽ മുജാബീറു യഫ്അലു. മോനെ, ഞാൻ നിന്റെ പിതാവാണെന്നൊരു വിചാരം, എന്റെ പിതൃത്വം എന്ന നിലയ്ക്ക് നിനക്കൊരു ഹക്ക് എന്നോടില്ലേ? അത് നീ പരിഗണിക്കുന്നില്ലെങ്കിൽ അവസാനം പറയട്ടെ, ഒരയൽക്കാരനായിട്ടെങ്കിലും എന്നെ നിനക്കൊന്ന് കണ്ടുകൂടെ മോനെ? അയൽവാസിയെ പരിഗണിക്കും പോലെയെങ്കിലും എന്നെ ഒന്ന് പരിഗണിച്ചുകൂടെ? ഇതെന്റെ മനസ്സിൽ മന്ത്രിച്ച മന്ത്രധ്വനികളാണെന്ന് പറഞ്ഞപ്പോ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുട്ടിന്റെ പെരടിക്ക് പിടിച്ചിട്ട് തങ്ങൾ പറഞ്ഞു, മോനെ, അന്ത വമാലുക ലിഅബീക്, നീയും നിന്റെ സ്വത്തും നിന്റെ ബാപ്പക്ക് അവകാശപ്പെട്ടതാണ്. ബാപ്പ ചോദിക്കുമ്പോ നീ കൊടുത്തേക്കണം. നിനക്ക് വേണ്ടി ബാപ്പ ചെയ്ത ചെലവൊന്നും നിന്റെ കണക്കിലില്ല. നിനക്ക് വേണ്ടി ഉമ്മ സഹിച്ച ത്യാഗമൊന്നും നിന്റെ കണക്കിലില്ല. അവര് ചോദിക്കുമ്പോ നിന്റെ ആവശ്യങ്ങൾ തീരുന്നില്ല. നിന്റെ ആവശ്യമൊക്കെ തീർന്നിട്ട് എന്നാണ് നീ അവര് കൊടുക്കാറുണ്ടാകുക. അതുകൊണ്ട് ബാപ്പക്ക് കൊടുക്കുന്നത് കുടുംബം എന്ന നിലക്ക് ഏറ്റവും അധികം പരിഗണിക്കേണ്ടതാണ്. ഉമ്മക്ക് കൊടുക്കുന്നത് പരിഗണിക്കേണ്ടതാണ്. എന്റെ കൂട്ടുകാരോട് ഞാൻ പറയട്ടെ, ആദ്യമായി 1000 ദീനാർ കയ്യിൽ കിട്ടിയപ്പോ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു ചെയ്തത് അതല്ലേ? ഷാഫി ഇമാം തങ്ങളെ ഹാറൂൻ റഷീദ് അറസ്റ്റ് ചെയ്തൊരു സംഭവമുണ്ടായി. നീണ്ട ചരിത്രമാണ്. ഞാനതൊക്കെ പറഞ്ഞാൽ നമ്മുടെ വിഷയം എവിടെയും എത്തൂല. ആ അറസ്റ്റ് ചെയ്തപ്പോൾ ഹാറൂൻ റഷീദ് തന്നെ പിന്നതിൽ നിന്ന് ഖേദിച്ചു മടങ്ങി. ഷാഫി ഇമാം തങ്ങളെ ശിക്ഷിക്കാൻ പറ്റൂലെന്നും അറസ്റ്റ് ചെയ്യാൻ പറ്റൂലെന്നും ഹാറൂൻ റഷീദ് തുറന്നു പറഞ്ഞു. ഹാറൂൻ റഷീദ് ഇരിക്കുന്ന കസാരയിൽ ഷാഫി ഇമാം തങ്ങളെ ഇരുത്തിയിട്ട് താഴെ ഒരു മുത്തല്ലിമിനെ പോലെ ഇരുന്നിട്ട്, ഔസിനി, ഷാഫി ഇമാം തങ്ങളെ, നിങ്ങൾ എനിക്ക് വസിയ്യത്ത് തരണം. നിങ്ങളെ അറസ്റ്റ് ചെയ്യാൻ പാടില്ലെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. നിങ്ങളെ ഇൽമു ഞാൻ അനുഭവിച്ച് മനസ്സിലാക്കിയപ്പോ നിങ്ങളെ പറ്റിയാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ആലിമു ഖുറൈശിൻ യംലഉ തിബാഖൽ അർളി ഇൽമാ. ഭൂഗോളമാകെ അറിവ് കൊണ്ട് സമ്പന്നമാകുന്നൊരു ഖുറൈശ് പണ്ഡിതൻ വരാനുണ്ടെന്ന് നിങ്ങളെപ്പറ്റിയല്ലേ പറഞ്ഞത്. അതുകൊണ്ട് നിങ്ങളെ ഞാൻ അറസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചതല്ല. പക്ഷേ ഹമ്മാദ് അൽ ബർബറി എന്ന എന്റെ ഗവർണർ നിരന്തരം പരാതി അയച്ചപ്പോൾ അന്വേഷിക്കാൻ വേണ്ടി നിങ്ങളെ വിളിച്ചു വരുത്തിയതാണ്. എന്നോട് മനസ്സിലൊന്നും കരുതരുത്. 4 കൊല്ലം ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു ഹാറൂൻ റഷീദിന്റെ കീഴിൽ ബഗ്ദാദിൽ താമസിച്ച് തിരിച്ചു പോകുമ്പോ ഹാറൂൻ റഷീദ് ഒരു 500 ദീനാർ കയ്യിൽ കൊടുക്കുകയാണ്. സൈന്യം കൊടുക്കുന്നു ഒരു 500 ദീനാർ. ഷാഫി ഇമാം തങ്ങൾ പറയുന്നു, എന്റെ ജീവിതത്തിൽ ആദ്യമായി കിട്ടുന്ന 1000 ദീനാറാണ്. ഞാനത് മടക്കി കീശയിലിട്ടു. കുട്ടിക്കാലത്തെന്നെ നോക്കാൻ എന്റെ ബാപ്പയില്ലാഞ്ഞിട്ടും മറ്റു വീടുകളിൽ പോയി വീട് ജോലിയും മറ്റു ജോലിയും ചെയ്ത് എന്നെ പഠിപ്പിച്ച എന്റെ പൊന്നുമ്മയുണ്ടല്ലോ, ഉമ്മാക്ക് കൊടുക്കാനാണ്. 1000 ദീനാറ് ഞാൻ എന്റെ കീശയിലിട്ട് മക്കയിലേക്ക് ചെന്നു. സംഭവങ്ങളൊക്കെ എന്റെ ഉമ്മ അറിയുന്നുണ്ട്. കൊട്ടാരത്തിൽ നടന്ന അത്ഭുതങ്ങൾ എന്റെ ഉമ്മ അറിഞ്ഞിട്ടുണ്ട്. മകനെ അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നും മകന്റെ കീഴിൽ ഒരുപാട് ആളുകൾ ശിഷ്യത്വം നേടിയിട്ടുണ്ട് എന്നും ഉമ്മ അറിഞ്ഞിട്ടുണ്ട്. രാജാവ് യാത്രാവേളയിൽ ഷാഫി ഇമാം തങ്ങളോട് പറഞ്ഞു, നിങ്ങൾ പോയിട്ട് ഇങ്ങോട്ട് തീരെ വരാതിരിക്കരുത്. എപ്പോൾ ബഗ്ദാദിൽ വന്നാലും ഇവിടെ താമസിക്കാൻ നിങ്ങൾക്ക് സൗകര്യമുണ്ട്. നിങ്ങൾക്ക് വേണ്ട ആവശ്യങ്ങളൊക്കെ നിറവേറ്റിത്തരും. ഷാഫി ഇമാം തങ്ങളെ യാത്രയച്ച് മക്കയിലെത്തിയപ്പോ ഉമ്മ ആദ്യമായി ചോദിക്കുന്നത്, മകനെ, വീട്ടിലേക്ക് കയറുമ്പോ കുറെ കാശുണ്ടല്ലോ കീശയില്. അതേ ഉമ്മ, കാശുണ്ട്. ഉമ്മക്ക് തരാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. കാരണം കുഞ്ഞിളം പ്രായത്തിൽ
ഒരു കടലാസും പേനയും കിട്ടാത്തന്നും എന്റെ മകൻ പഠിച്ചൊരു ആലിമാകണമെന്ന ചിന്തയോടെ കുടുംബക്കാരിൽ അമ്മാവന്മാര് പലരും എതിർത്തിട്ടും ഷാഫി ഇമാം തങ്ങളെ മക്കയിലെ പഠനം കഴിഞ്ഞ് മദീനയിലേക്ക് പറഞ്ഞേക്കുമ്പോ പലരും പിന്തിരിപ്പിച്ചിട്ടും ഉമ്മ ഉറച്ചു നിന്നതാണ്. എന്റെ ഒരു മകന് ആലിമായി വളരണം, ബാപ്പ അവനെ നോക്കാനില്ല, മറ്റു പലരും അവനെ നോക്കാനില്ല. ഞാൻ എന്റെ അധ്വാനം കൊണ്ട് എത്രയും കഠിനാധ്വാനം ചെയ്ത് എന്റെ മകനൊരു ആലിമാക്കി വളർത്തണമെന്നൊരു ചിന്തയാണ്. അതുകൊണ്ട് സമൂഹത്തിൽ എന്തൊരു പരിവർത്തനമാണ് കിട്ടിയത്. ആ ഉമ്മാക്ക് കൊടുക്കാൻ കൊണ്ടുവന്ന കാശുമായിട്ട് ഷാഫി ഇമാം തങ്ങൾ വന്നപ്പോ ഉമ്മ പറയുന്നത്, മോനെ ഉമ്മാക്കൊരു കാശും വേണ്ട, ഇത്രയും കാലം മകനെ പഠിപ്പിച്ചതിന്റെ പേരിൽ അധ്വാനിച്ചതിന്റെ പേരിൽ ഉമ്മാക്ക് ഒന്നും വേണ്ട. പക്ഷേ നമ്മേക്കാൾ പട്ടിണിയിൽ കഴിയുന്ന, നമ്മളെക്കാൾ പ്രാരാബ്ധത്തിൽ കഴിയുന്ന നമ്മുടെ കുടുംബക്കാരില്ലേ, അവർക്ക് മുഴുവനും സമ്പത്ത് കൊടുത്ത് തീർത്തിട്ടല്ലാതെ മകനി വീട്ടിലേക്ക് കയറണ്ട. ഷാഫി ഇമാം തങ്ങൾ പുറത്തിറങ്ങി ബന്ധുക്കളിലേക്ക് ആ സമ്പത്ത് കൊണ്ടുപോയി കൊടുക്കുകയാണ്. ഉമ്മമാരെ, നിങ്ങൾ നോക്ക്, ഷാഫി ഇമാം തങ്ങളെ മാതാവ് പഠിപ്പിക്കുന്നത് എന്താണ്? കുടുംബക്കാർക്ക് സമ്പത്ത് കൊടുക്കുന്നതിന്റെ പ്രത്യേകതയല്ലേ പഠിപ്പിക്കുന്നത്? അവർക്കൊക്കെ സമ്പത്ത് മുഴുവനും കൊടുത്ത് ഒരൊറ്റ ദീനാറ് പോലും ബാക്കി വെക്കാതെയാണ് ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് വന്ന് കയറുന്നത്. ആ മകന് വലിയൊരു പണ്ഡിതനായിട്ടും ഉമ്മ കൊടുക്കുന്ന പ്രേരണ കുടുംബക്കാരെ പരിഗണിക്കാനാണ്. ഷാഫി ഇമാം തങ്ങൾ ആദ്യം കയ്യിൽ കിട്ടിയ കാശ് സ്വന്തം ആവശ്യങ്ങൾക്ക് പോലും ചെലവഴിക്കാതെ കരുതി വെച്ചത് നൊന്ത് പോറ്റി വളർത്തിയ ഉമ്മാക്ക് കൊടുക്കാനാണ്. അതുകൊണ്ട് കൂട്ടുകാരോട് പറയട്ടെ, ചെറുപ്പക്കാരികളോട് പറയട്ടെ, അള്ളാഹുവാണല്ലോ അവന്റെ ഖജനാവിൽ നിന്ന് തരുന്നത്. നമ്മളാരും ഇവിടെ ഒന്നും തന്നെ ഉണ്ടാക്കിയതല്ല. നമ്മളെ പോറ്റി വളർത്തുന്ന, നമുക്ക് തുല്യതയില്ലാത്ത സ്നേഹം തരുന്ന മാതാവിനും പിതാവിനും ആവശ്യങ്ങൾക്ക് കൊടുക്കാൻ നമ്മൾ മടിയുള്ളവരാണെങ്കിൽ നമ്മുടെ സമ്പത്തിനെന്തെങ്കിലും യോഗ്യതയുണ്ടോ?